എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടിട്ടെല്ലാം ഒന്ന് ഒതുങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ബേസിക്കലി ഇപ്പോൾ കേട്ട ടു ആണെങ്കിൽ പോലും ഇപ്പൊ സയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് നിന്ന് +1 +2 ലെവലിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചത് കണ്ടു. അപ്പൊ പഠനം ഒന്നും കൂടെ വ്യാപ്തിയിൽ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അടുത്ത പരീക്ഷ ഇനി ഇത് ടഫായിട്ട് വരാനേ സാധ്യതയുള്ളൂ. അതെന്തായാലും ഉറപ്പാണ്, കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ K3 ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ആൻസർ ഡിസ്കഷൻ ആണ്. കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 90 മാർക്കിന്റെ ആണല്ലോ ചോദ്യം വരുന്നത്. ഒരു 50-60 മാർക്ക് കഷ്ടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ബേസിക് ലെവൽ അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ഇതിന്റെ ലിറ്ററേച്ചറിന്റെ ലെവലിൽ നോക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചായിട്ട് കാണാൻ പറ്റും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PGക്ക് പഠിക്കുന്ന സിലബസ് ഒക്കെയാണ്. കുറച്ച് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആണ്, പക്ഷെ ആ ടോപ്പിക് ഒക്കെ നമ്മൾ ഡിഗ്രിക്ക് അധികം പഠിച്ച് കാണാത്തൊരു ടോപ്പിക്കാണ്. കുറച്ച് ടോപ്പിക്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇനി സെറ്റിനും കൂടെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് എടുക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാം. കാരണം ജസ്റ്റ് ഒരു ഇപ്പൊ നടന്ന ഒരു പരീക്ഷയിൽ നിന്ന് എങ്ങനെ വരാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ PSC ഇതുപോലെയല്ല സെറ്റ് നടത്തുന്നത്. LBS ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്തായാലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് സെറ്റിനും കൂടെ ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഈ ഈ വർഷമൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്, ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തേത് ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആ പറഞ്ഞു പോകുന്നത്. ക്വസ്റ്റ്യനും ആൻസറും അതിൽ തന്നെ ഇതാക്കിയിട്ടുണ്ടായിരിക്കും, മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ ലോക്ക് ഓഫ് ദ മെഡൂസ ഈസ് ആൻ എസ്സേ ഓൺ. ഏതാണ്? ഫെമിനിസത്തിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഫെമിനിസമാണ് അത് ബേസിക്കലി വന്നിട്ടുള്ളത്. റൈറ്റ്, അടുത്തത് നോക്കാം. ദ വേർഡ് കാറ്റ് ഈസ് എ ഡാഷ് ഓഫ് ആനിമൽ. ഒരു വലിയ ഒരു ഗ്രൂപ്പാണ് ഈ അനിമൽ എന്ന് പറയുന്നത്. അതിൽ ഈ കാറ്റ് എന്ന് പറയുന്നത് ഒരു വിഭാഗം, ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു കൈൻഡ് മാത്രമാണ്. അത് ഏതിൽ വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈപ്പോണിമിലാണ് കാറ്റ് വരുന്നത്. അനിമലിന്റെ ഉള്ളിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ആന്റോണിമും സ്യൂഡോണിമും ഹോമോണിമും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതിങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉത്തരം കണ്ടെത്താനാവും. അടുത്തത്, ദ ക്രിട്ടിക് ഹൂ സെഡ് ദാറ്റ് ദ ഓഥർ ഈസ് ഡെഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നമ്മൾക്ക് ബേസിക്കലി ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി നിങ്ങളുടെ സെമ്മിൽ പോലും വരുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല. സ്റ്റിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. ബാർത്തസ് ആണ് ഓഥർ ഈസ് ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഹമേഷ്യ ആൻഡ് ദ ക്യാരക്ടർ ഓഫ് കിങ് ലിയർ. അത് ബേസിക്കലി രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ജലസി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. നിങ്ങൾ ആ ഒരു ഡ്രാമ വായിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവരുടെ മക്കള് അദ്ദേഹത്തിനെ പുകഴ്ത്തിയെന്നും അവസാനത്തെ മകൾ എന്തുകൊണ്ട് പുകഴ്ത്തിയില്ല. ആ ഒരു ജലസി അവിടെ കാണാൻ പറ്റും. അതായത് എല്ലാവരെയും കണക്കാക്കുന്ന പ്രകാരമാണ് കിങ് ലിയർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്ത്, രാജ്യം പകുത്തു കൊടുക്കാൻ. രണ്ട് മക്കൾ പറയുന്നതിന് എതിരായിട്ടാണ് നമ്മളുടെ മൂന്നാമത്തെ മകൾ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൈഡിൽ, അദ്ദേഹത്തിന്റെ അഭിമാനത്തിലാണ് അത് തട്ടുന്നത്. അതുകൊണ്ടാണ് ഹമേർഷ എന്ന് പറയുന്ന ഒരു ഫ്ലോ അദ്ദേഹത്തിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ഈ രാജ്യമൊക്കെ പകുത്തു കൊടുക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഹമേർഷ്യൻ പോയിന്റ് എന്ന് പറയുന്നത് പ്രൈഡ് ആണ്. ഡീപ് സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഇത് നമ്മളുടെ പെഡഗോഗി എന്ന് വരുന്ന ഒരു ചോദ്യമാണ്. TG ഗ്രാമറിലാണ് അത് വരുന്നത്, ഡീപ് സ്ട്രക്ചറും എല്ലാം വരുന്നത്. അടുത്തത്, ദ എക്സ്പ്രഷൻ ഇല്ലിട്രേറ്റ് ഹിം ക്വയറ്റ് ഫ്രം യുവർ മെമ്മറി ഇൻസ്റ്റെഡ് ഓഫ് ഒബ്ലിറ്ററേറ്റ് ഹിം ക്വയറ്റ് ഫ്രം യുവർ മെമ്മറി ഈസ് എ എക്സാമ്പിൾ ഓഫ്. എന്താണ്? മാലപ്രോപ്പിസം ആണ്. MAL എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈവിൾ അല്ലെങ്കിൽ ബാഡ് എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് ഈ മാൽ എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ മലയാളം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. പക്ഷെ ബേസിക്കലി ഒരു ഇംഗ്ലീഷ് വാക്കിൽ MAL ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് അർത്ഥം വരിക. സ്പൂണറിസം വേറെയാണ്, ഫ്രൂയിഡിയൻ സ്ലിപ്പ് വേറെയാണ്. പാലിയൻഡ്രോം നമുക്കറിയാം ഈ വാക്ക് ഇങ്ങോട്ട് തിരിച്ചിടുമ്പോൾ വരുന്ന ഒരു തരത്തിലാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഫ്രൂയിഡിയൻ സ്ലിപ്പും അതുപോലെ പാലിയൻഡ്രോമും നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നതാണ്. ഹൂ റോട്ട് ദ പോയം ദ ചൈൽഡ് ബിഫോർ എ മിറർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ആക്ച്വലി ഇത് ഭയങ്കര റയർ ആയിട്ട് അല്ലെങ്കിൽ അധികമൊന്നും ചോദിക്കാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഓതേഴ്സിനെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിപ്പിക്കുമ്പോഴൊക്കെയാണ് ഇത് ചോദിക്കുക. അല്ലാതെ നമ്മൾ പഠിച്ച ഒരു വർക്കിൽ നിന്നും ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതല്ല. ഇത് എഴുതിയത് വോൾ സോയിങ്കാണ്. ബനിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ് ഈസ് എ ഓർ ആൻ. എന്താണ് ബന്യന്റെ പിൽഗ്രിം പ്രോഗ്രസ്സിൽ പറയുന്ന ഏത് തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ബേസിക്കലി അലഗറിയാണ്. അലിഗറി
നമ്മളുടെ ഇദ്ദേഹത്തിന്റെ ആനിമൽ ഫാമിൽ അലഗറി വരുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ആനിമൽ ഫാം എന്തിനെ കുറിച്ചാണെന്നുള്ളത്. വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന കുറച്ച് മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. അതുപോലെ അലഗറിയിൽ വന്നിട്ടുള്ളതാണ് ഈ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ദ ലിംഗ്വിസ്റ്റ് ഹു ഡെവലപ്ഡ് ദ മോണിറ്റർ ഹൈപ്പോത്തസിസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. അധികമൊന്നും നമ്മൾ കേട്ടിട്ടില്ല, സ്റ്റിൽ നമ്മൾ കേട്ട് മറന്നതായിരിക്കാം. എന്നിരുന്നാലും സ്റ്റീഫൻ ക്രാഷനാണ്. സ്റ്റീഫൻ ക്രാഷിന്റെ കുറെ ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത ഒരു പരീക്ഷയ്ക്ക് ക്രാഷൻ വരുമോ എന്നുള്ളത്. ഇപ്രാവശ്യം കൂടുതൽ ക്വസ്റ്റ്യൻ വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ ഇങ്ങനത്തെ ഓതേഴ്സിന്റെ അല്ലെങ്കിൽ റൈറ്റേഴ്സിന്റെ തിയറിസ്റ്റുകളുടെ ഒരു ഐഡിയാസ് എടുത്ത് അതൊരു നോട്ടാക്കി വെച്ചാൽ നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രമിച്ചു നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഈസ് എ ക്രിട്ടീക് ഓഫ് ദ അമേരിക്കൻ ഡ്രീം? സിമ്പിൾ ആണ്, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെത്ത് ഓഫ് എ സെയിൽസ് മാൻ. അയാൾ എന്തിനു വേണ്ടി മരിക്കുന്നു? ഇൻഷുറൻസ് കിട്ടുമോ, പൈസ കിട്ടുമോ? ഡയറക്റ്റ് ആണ്, നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ന്യൂ ക്രിട്ടിക്കൽ ടെക്സ്റ്റ്? അത് ആക്ച്വലി നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം നമ്മൾക്ക് അറിയാം, അതുപോലെ വെൽ റെഡ് ഏണും അറിയാം. പക്ഷേ ഈ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റിയും അനാട്ടോമി ഓഫ് ക്രിറ്റിസിസവും വരുമ്പോൾ ബെറ്റർ, അല്ലെങ്കിൽ ഒരിക്കലും ചേരില്ലാത്തത് അനാട്ടോമി ഓഫ് ക്രിറ്റിസിസം തന്നെയാണ്. ആംബിഗ്വിറ്റിയിൽ നമുക്ക് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബയോഗ്രഫിക്കൽ നോവൽ ഓഫ് ഹാൻ കാങ്? ആക്ച്വലി ഞാൻ കേൾക്കാത്ത ഒരു ഓതറാണ്, തുറന്നു പറയണമല്ലോ. അപ്പോൾ ഒരു കൊറിയൻ ഓതറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ജസ്റ്റ് ആ ഒരു മാർക്ക് കളയാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഈ ഹാൻ കാങ്ങിനൊന്നും കുറെ ആൾക്കാർക്ക് അത് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയുമെങ്കിൽ നല്ലത്. പക്ഷെ അങ്ങനെ റയറായിട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഈ ഹാൻ കാങ്ങിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് ചോദിക്കുന്നത്. എല്ലാവർക്കും 150-ന് 150 കിട്ടരുത് എന്നുള്ള പ്ലാനിലുള്ള ഒരു ചോദ്യം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. ദ വൈറ്റ് ബുക്ക് ആണ് അവരുടെ. ഇനി ഒരിക്കലും ചിലപ്പോൾ ഹാൻ കാങ്ങിനെ ചോദിച്ചു എന്ന് പോലും വരില്ല. ചിലപ്പോൾ ഇവരുടെ പ്രശസ്തമായ വർക്കുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഒന്നും ആലോചിക്കാനില്ല. ചോംസ്കി ആണ്. ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദ നൈറ്റ്, ആരെ എഴുതിയിട്ടുള്ള? ബ്ലേക്ക്. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചോദ്യം, ഈ വരികൾ, ഈ ഒരു എന്താ പറയാ പോയം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ജസ്റ്റ് മുമ്പത്തെ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എടുത്ത് കാണാം. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബ്ലേക്കിന്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ്. 2 തരത്തിൽ 2 വീഡിയോസിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ട്രോക്കി ആണ് വരുന്നത്, മീറ്റർ. ട്രോക്കി മീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അല്ലാതെ നമ്മളെല്ലാ പോയവും ഇരുന്ന് എണ്ണി പഠിക്കില്ലല്ലോ മീറ്റർ ഏതാണെന്നുള്ളത്. ചിലപ്പോൾ പോയത്തിന്റെ ഒക്കെ നമ്മൾ പഠിക്കും, ടൈമിംഗ് സ്കീം. ഇപ്പൊ സോണറ്റിന്റെ പഠിക്കുന്നത് പോലെ കാണാതെ പഠിക്കുന്ന ഒരു പോയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. റൈറ്റ്. ഈ ലൈന് ഏതിലാണുള്ളതെന്നാണ്. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ആൻഡ് നെവർ ടു ഹാവ് ലവ്ഡ് അറ്റ് ആൾ. സോറി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു കുട്ടി അയച്ചു തന്നപ്പോൾ കുറച്ച് ക്രോപ്പ് ചെയ്തിട്ടുള്ള വിധമാണ് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുക, ക്ഷമിക്കണം. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ ഏതാ ചോദ്യം എന്നുള്ളത്. അപ്പൊ ഇത് വരുന്നത് ഇൻ മെമ്മോറിയം എന്നുള്ളതാണ്. ആരാ എഴുതിയതെന്ന് നിങ്ങൾക്ക് അറിയാം, ടെന്നീസ് എന്നാണ്. ആർക്ക് വേണ്ടിയാ എഴുതിയതെന്ന് നിങ്ങൾ പഠിക്കുക. അത് നമ്മുടെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ആർതർ ഹെലമിന് വേണ്ടിയിട്ടാണ്. ഇതും ആക്ച്വലി ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പൊ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റിയത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ആര് എന്നുള്ളത്. ദ പോയിന്റ് ഹു ഡിഫൈൻഡ് പോയട്രി ആസ് ദ റിതമിക്കൽ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. ഇത് റയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞിട്ടുള്ളത് എഡ്ഗർ അലൻ പോ ആണ്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. ആരെ കുറിച്ച് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ റൊമാൻറ്റിക് പോയിറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമായിട്ട് തോന്നി. അപ്പോൾ പോയുടെ ദ പോയറ്റിക് പ്രിൻസിപ്പിൾ വരുന്ന ഒരു ഉത്തരമാണ് ഇത് വരുന്നത്. എറിഗോൺ എന്നുള്ളത് എങ്ങനെ എഴുതിയാലാണ് നോവേർ എന്നാവുന്നത്? അത് ജസ്റ്റ് വേർഡ് പ്ലേ ആണ് ആക്ച്വലി. അപ്പൊ പണ്ണൊന്നും പറയാൻ പറ്റില്ല, വേർഡ് പ്ലേ ആണ്. അല്ലെങ്കിൽ ആ വേർഡ് പ്ലേ ഒന്നും പറയാൻ പറ്റില്ല ആക്ച്വലി. ആ ലെറ്റേഴ്സിനെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് മാറ്റുന്ന ഒരു കളിയാണ്. അപ്പൊ അത് ഏതാ വരുന്നതെന്ന് ചോദിക്കുന്നത്. അനഗ്രാം ആണ് അത് വരിക. ദ പ്രൈമറി സ്ട്രെസ് ഓഫ് ദ വേർഡ് പ്രയോറിറ്റി ഫോൾസ് ഓൺ ദ. ഇത് ഞാനൊക്കെ പണ്ട് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാലോ. പ്രയോറിറ്റി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ പിന്നെ ഡി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് പ്രയോ എന്നുള്ളത്. അത് ബേസിക്കലി നമ്മളുടെ ഒരു ഇംഗ്ലീഷിലുള്ള ജ്ഞാനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമായിട്ട് കണക്കാക്കാം. പ്രയോ അങ്ങനെ അങ്ങനെ പറയേണ്ടി വരും. അപ്പൊ സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് വരുന്നത്. ദ പോയിന്റ് ഹു പാസ്ഡ് അവേ റീസെന്റ് ഇൻ 2024, KKN ദാരുവാല. ഞാൻ അതാണ് എൻ്റെ പഴയ ക്ലാസ്സുകളിൽ പറയാറുള്ളത്. നിങ്ങൾ സമൂഹമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പറുമായിട്ട്, അതുപോലെ എന്താ പറയാ, വാർത്തകളുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം.
ഇത് ആക്ച്വലി ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ വാർത്ത കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും എന്താ പറയാ അത്രയൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. ഇദ്ദേഹം പിന്നെ അങ്ങനെ ഇപ്പോ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു പേപ്പറുമായിട്ടൊക്കെ ഒന്ന് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. റഷ്ദിയുടെ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മിഡ് നൈറ്റ് ചിൽഡ്രന്റെ. അപ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇനിയുള്ളതിൽ. കാരണം കുറെ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള മോഡലിലെ ചോദ്യങ്ങൾ പോലും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഹാൻകാങ്ങിനെ ആണെങ്കിലും ഇതാണെങ്കിലും ഇനി വരുന്നതാണെങ്കിലും. ദ പോയിന്റ് ഹൂ വാസ് അപ്പോയിന്റഡ് പോയറ്റ് ലോറിയേറ്റ് ഇൻ സക്സഷൻ ടു വേർഡ്സ്വർത്ത്. ഡയറക്റ്റ് ആയിട്ട് എന്റെ ഇപ്പൊ പഴയ വീഡിയോയിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, വേർഡ്സ്വർത്തിന് ശേഷം വന്നത് ആരാണെന്ന്. ഇതേപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച ഇൻ മെമ്മറി ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെന്നീസൺ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. ദ നോവലിസ്റ്റ് ഹു ബിലീവ് ദാറ്റ് മാൻ പ്രൊഡ്യൂസസ് ഈവിൾ ആസ് എ ബി പ്രൊഡ്യൂസസ് ഹണി. മനുഷ്യൻ എത്രത്തോളം ഈവിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അത് ഏതുപോലെയാണ്, ഒരു ബി തേൻ ഉണ്ടാക്കുന്നത് പോലെയാണ്. അപ്പൊ നമ്മളുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നാ പറയുന്നത്. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഞാൻ ഇങ്ങനത്തെ ഫിലോസഫിക്കൽ കോഡ്സ് എടുത്തിട്ട് എൻ്റെ മൊബൈലിൽ വാൾപേപ്പർ ആയിട്ടൊക്കെ വെക്കാറുണ്ട്. ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ഇത് എല്ലാവർക്കും അറിയണമെന്നല്ല പറയുന്നത്, എല്ലാവരും വാൾപേപ്പർ വെക്കണമെന്നല്ല പറയുന്നത്. ഇടയ്ക്ക് നമ്മൾ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ ഒരു ഡയറക്റ്റ് ചോദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ റയറാണ്, അല്ലാതെ ഇങ്ങനെയൊന്നും ഞാൻ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. സ്റ്റിൽ അതൊരു പവർഫുൾ, കറക്റ്റ്, അപ് ടു ദ പോയിന്റ് ചോദ്യമായിരുന്നു. വില്യം ഗോൾഡിംഗ് ആണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എവിടെയാ ഒരു വേറൊരു പോയം വരുന്നുണ്ട് റൂറൽ വില്ലേജിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ രണ്ട് കൃതികൾ ആലോചിച്ച് വെക്കുക. എ വർക്ക് ബൈ യുവർ അനന്തമൂർത്തി. അനന്തമൂർത്തിയുടെ ഡയറക്റ്റ് വർക്ക് സംസ്കാര, ഒരു ബ്രാഹ്മണിക്കൽ സൊസൈറ്റി വീടിനെയൊക്കെ പറ്റി പറയുന്ന ഒരു പഴയ ഒരു ട്രഡീഷണൽ രീതിയിൽ പറയുന്ന ഒരു ബുക്കാണ് ഈ സംസ്കാര എന്ന് പറയുന്നത്. ദ ലിംഗ്വിസ്റ്റിക് ടേം ഫോർ ദ ലോസ് ഓഫ് ദ ലെറ്റർ ഓ ഇൻ ദ ഫ്രേസ് ഡിഡിൻഡ് ഈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ടഫായിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷയെ കണക്കാക്കാൻ പറ്റും. സിൻകോപേഷൻ ആണ് ഉണ്ടായിരുന്നത്. അത് കാരണം ബാക്കി എല്ലാം ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഭ്രാന്താവും. ചില ക്വസ്റ്റനൊക്കെ നമ്മളുടെ സ്വഭാവമാണ്. നമ്മൾ 4-5 ക്വസ്റ്റനൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ ശരിയായി അറിയുന്നത് വന്ന് ഒരു ക്വസ്റ്റൻ ഇങ്ങ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ആത്മവിശ്വാസം പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ഇട്ടിട്ടുണ്ടായിരിക്കുക. വാട്ട് എവർ. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മവിശ്വാസം പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദ നോവൽ റിട്ടൺ ഡ്യൂറിംഗ് ദ COVID-19 ലോക്ക്ഡൌൺ ദാറ്റ് വോൺ ദ 2024 ബുക്കർ പ്രൈസ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ പേപ്പറുമായിട്ടും വരുന്ന കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഞാനിപ്പോ സെറ്റിന്റെ ഒരു ഇതുപോലെ PYQ ഡിസ്കഷൻ തുടങ്ങുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വരാം. നമ്മൾക്ക് അതേപോലെ ഇതുപോലെ നമ്മുടെ ലിറ്ററേച്ചറും ഉണ്ടായിരിക്കും. ജനറൽ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. വാട്ടെവർ. അപ്പോൾ 2024 ബുക്കർ പ്രൈസ് നമ്മൾ എന്തായാലും അവാർഡ്സ് പഠിച്ചു പോകേണ്ടതാണ്. അവർ ചോദിക്കും, ഏത് ചോദിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ സെറ്റിന് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ആയിരിക്കാം, നമ്മുടെ അക്കാഡമീസിനെ കുറിച്ചിട്ടുള്ളതായിരിക്കാം. ഈ ഉത്തരം ഓർബിറ്റൽ എന്ന് പറയുന്നതാണ്. ദ ക്യാരക്ടർ റെപ്രസെന്റ്സ് ദ കോളനൈസർ ഇൻ ദ ടെമ്പസ്റ്റ്. അയ്യോ, ഡയറക്റ്റ് ചോദ്യം കേട്ടോ, ഡയറക്റ്റ് ചോദ്യമാണ്. പ്രോസ്പെരോ ആണ്. ഇനി ആരാണ് അവിടുത്തെ ഭൂതം അല്ലെങ്കിൽ കോളനൈസ്ഡ് ആരാണ്? കാലിബൻ ആണ്. ഓക്കെ. The early book generally regarded as the progenitor of the 20th century stream of consciousness technique. ഏറ്റവും പ്രശസ്തമായ 20-ാം നൂറ്റാണ്ടിൽ എഴുതിയ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസിന്റെ ബുക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മൾ എന്നും കേട്ട് പരിചയമുള്ളത്. പക്ഷേ ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതല്ല ചോദിച്ചിട്ടുള്ളത്, അതിന്റെ തുടക്കക്കാരനാണ് എന്നുള്ളതാണ്. പിസ്റ്റം ഷാൻഡി ആണ് ആക്ച്വലി ആ ഒരു ഇതൊക്കെ കുറച്ചും കൂടെ നമ്മൾ എന്താ പറയുക, ഒരു സെറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എനിക്കിത് തോന്നി. കാരണം ഡയറക്റ്റ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ കുറെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ദാറ്റ് ഐ ആം നോട്ട് അസോസിയേറ്റഡ് വിത്ത് മിഖായൽ ഭക്തി. അപ്പോൾ അത് എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ആണ്. ഡിസ്കോഴ്സ് ആക്ച്വലി കൊണ്ടുവന്നിട്ടുള്ളത് ഫൂക്കോ ആണ്. അപ്പോൾ പവർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഫൂക്കോ ആണ്. ബാക്കിയെല്ലാം ഡയലോഗ് ആണെങ്കിലും ക്രോണോടൈപ്പ് ആണെങ്കിലും കാർണിവൽ ഒക്കെ ആണെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളത് ഭക്തിനാണ്. ദ സ്റ്റഡി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഫോംസ് ആൻഡ് സ്റ്റൈൽ ഈസ് ഏതാ? കാലിഗ്രഫി ആണ്. പക്ഷെ കാക്കോഗ്രഫി നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. തെറ്റിക്കാനുള്ള ഒരു സൂത്രം മാത്രമായിട്ട് കണക്കാക്കാം. ദ മേജർ തീം ഓഫ് കർണാട്സ് നാഗമണ്ഡല ഏതാണ്? പൊളിറ്റിക്സ് ആൻഡ് വയലൻസ് എന്നുള്ളത് ആക്ച്വലി ഒരു തെറ്റായതായിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാവുക. മെയിൽ ഷോവിനിസം നമുക്കിത് കാണാൻ പറ്റും. അതുപോലെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ അവിടെ വരുന്ന സർപ്പം അതൊരു ഹ്യൂമൻ ആയിട്ട് മാത്രമല്ല ഇരിക്കുന്നത്. അലഗറിക്കലി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് മെയിൽ ഷോവിനിസം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പൊളിറ്റിക്സ് എത്രത്തോളം വരും എന്നുള്ളതിൽ സംശയമുണ്ട്.
പൊളിറ്റിക്സ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഹു among the following is a heroine in a Shakespearean play? ഒലീവിയ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, 12th നൈറ്റിലുള്ള ആളാണ്. ഓക്കെ. ബെലിൻഡ, റജീന, പട്രിഷ്യ ഒക്കെ വേറെയാണ്. ഹീറോയിനെയും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റാ ഹീറോയിൻ ആരാന്നുള്ളത് ചോദിക്കുന്നത്. അപ്പൊ ഷേക്സ്പീരിയന്റെ ഒരു വർക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ഉള്ളിൽ നിന്നുള്ള ചോദ്യമാണ്. സാധാരണ നമ്മൾ പറയുന്ന ഒരു സോണറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡ്രാമാസിനെ കുറിച്ചോ ഒന്നും അല്ല ചോദിക്കുന്നത്. അവർക്ക് ഇനിയും ഒരുപാട് ചോദിക്കാനുണ്ട് ഷേക്സ്പിയറെ പറ്റിയിട്ട്. എ തോട്ട് ഡൺ വാസ് ആൻ എക്സ്പീരിയൻസ്, ഇറ്റ് മോഡിഫൈഡ് ഹിസ് സെൻസിബിലിറ്റി. ഇത് ആരാണ് പറഞ്ഞത്? ഡണ്ണിനെ വായിക്കുന്നത് ജോൺ ഡൺ, നമ്മുടെ മെറ്റാഫിസിക്കലിലെ ജോൺ ഡണ്ണിനെ വായിക്കുന്ന അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഏലിയറ്റ് ആണ്. ഏലിയറ്റിന്റെ 1921 ഇറങ്ങിയതാണ് നമ്മുടെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രൂഫ് റോക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. ദെസെ അല്ലെ, ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള തിയേറ്റർ ഓഫ് അബ്സേർഡിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് മിത്ത് ഓഫ് സിസിഫസ് ആണ്. അതുപോലെ അത് ആരാണ് എഴുതിയത്? അതിലൊരു സി മാഞ്ഞു പോയതാണ്. കാമസ് ആണ് എഴുതിയിട്ടുള്ളത് മിത്ത് ഓഫ് സിസിഫസ് എന്ന് പറയുന്നത്. CAMUS ആണ് കാമസ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇനി വാൾട്ട് വിറ്റ്മാൻസ് പോയം ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻഡ്ലെസ്ലി വരി പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പോയമാണ്. അപ്പൊ അവര് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ വിട്ടു തുടങ്ങി അമേരിക്കയിലേക്കും ആഫ്രിക്കനിലേക്കൊക്കെ പോയി എന്നുള്ളതും കൂടിയാണ് ഈ ഒരു പരീക്ഷ എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മളുടെ സ്റ്റഡി ഏരിയ കുറച്ചും കൂടെ വൈഡൻ ആക്കേണ്ടി വരും. അപ്പൊ റോക്കിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ ദ വേർഡ് അക്കൗണ്ടബിൾ, ഇരുന്ന് എണ്ണിയാൽ മതി. ആക്ച്വലി എനിക്ക് ഇതിൽ തെറ്റാറുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെ ഈ സിലബിൾ ഒക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 4 ആണ്. വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ട്രാജി കോമഡിയാണ്. അത് എത്ര ആക്ടിലുള്ളതാണ്? അത് 2 ആക്ടിലുള്ളതാണ്. നമുക്കറിയാം ലക്കിയും ബോസോയൊക്കെ വരുന്നത് 2ാമത്തെ ആക്ടിലാണ്. പക്ഷെ ഒന്നും സംഭവിക്കാതെ തന്നെ അത് അടങ്ങി പോവുകയും ചെയ്യുന്നു. ഇൻ വിച്ച് ഷേക്സ്പീരിയൻ പ്ലേ ഡസ് ആൻ അനക്രോണിസം ഓഫ് ദ ക്ലോക്ക് ഒക്കർ. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സമയത്തിന്റെ ആ ക്ലോക്ക് ഉണ്ടായിരുന്നിട്ടും സമയം കണ്ടുപിടിക്കാത്ത ഒരു ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്ലോക്ക് ആ ഒരു പ്ലേയിൽ വരുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് സമയം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു ആ ഒറിജിനൽ സ്റ്റോറി നടക്കുന്ന സമയത്ത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളത് ജൂലിയസ് സീസറിലാണ്. അതിലാണ് നമ്മളുടെ പ്രശസ്തമായിട്ടുള്ള യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ള ചോദ്യം വരുന്നത്. മാർക്ക് ആന്റണിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ലെൻമിയർ ഇയേഴ്സ് എന്ന് പറയുന്ന പ്രസംഗം വരുന്നതും ജൂലിയസ് സീസറിലാണ്. എസ് നൈപോൾ അല്ലെ, VS നൈപോൾ, സോറി, അതിൽ ഇല്ല, ഞാൻ കട്ട് ചെയ്ത് തന്നെ. എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന്റെ പ്രശ്നമാണ്. VS നൈപോളിന് എന്നാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതെന്നാണ് 2001. അപ്പൊ അവർ പറയുന്നത് ഇന്ത്യൻ റൈറ്റേഴ്സിന് നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയ വർഷങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഹു ഇസ് ദ നറേറ്റർ ഓഫ് ദ നോവൽ കാന്തപുര? ഓക്കെ, കാന്തപുരയിൽ ആരാണ്? അച്ചാക്കയാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു. അടുത്തത് ദ ടേം ആർക്കിടൈപ്പ്. അതൊരു നല്ല ചോദ്യമാണ്. ആക്ച്വലി അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സൈക്കോളജിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ്. കാൾ യങ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം കാൾ യങ് എന്ന് പറയുന്നത് ഫ്രോയിഡിന്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ വന്നിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ അവര് തമ്മിലും എന്താ പറയാ, ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അറിയാമല്ലോ, നമ്മൾ സാധാരണയായിട്ടൊക്കെ ഇന്നത്തെ ഒരു ഇതില് ഒരു ഗുരു ശിഷ്യൻ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭേദിക്കാൻ പാടില്ല അല്ലെ, ഗുരുവിനെ തള്ളിക്കളയരുത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, തെറ്റാണ് എന്ന് തോന്നി അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, തെറ്റെന്ന് പറയാൻ പറ്റില്ല, അഭിപ്രായങ്ങളുടെ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഫ്രോയിഡുമായിട്ട് കാൾ യങ് എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വോൺ ഫോർ ജുംബ ലാഹിരി ദ പുലിറ്റ്സർ പ്രൈസ്? ജുംബ ലാഹിരി, ഓക്കെ, പുലിറ്റ്സർ പ്രൈസ് കിട്ടിയത് ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ് ആണ്. ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. കുറെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറെ അവാർഡ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ഓഥറെ പഠിക്കുമ്പോൾ അവാർഡ് പഠിക്കണം എന്നുള്ളതാണ് ബേസിക്കലി അതിന്റെ ഒരു അല്ലെ. പണ്ടൊക്കെ ചോദ്യങ്ങൾ 2015, 17, 18 ഇവര് എവിടെയാ ജനിച്ചതെന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്താണ് ജോലി? ജസ്റ്റ് അതിൽ വളരെയധികം വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയയിലേക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ദ കനേഡിയൻ റൈറ്റർ among the following writer? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറ്റ്വുഡ് ആണ്, മാർഗരറ്റ് അറ്റ്വുഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് സ്ട്രോങ്ലി സ്പെൽഡ്? ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, എനിക്ക് ഒന്ന് നോക്കേണ്ടി വന്നു. എംപാരസ് ആണ്, R ഉണ്ട് അതില്, റൈറ്റ്. ബാക്കി എല്ലാം ഏകദേശം കറക്റ്റ് തന്നെയാണ്. അക്കോമഡേഷൻ നമ്മളെ തെറ്റിക്കാൻ പാകത്തിനുള്ളതാണ്. ദ പ്ലൂരൽ മോർഫീം ഇൻ ദ വേർഡ് ആഷസ്? ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു, എനിക്കത് പഠിക്കേണ്ടി വന്നു, റൈറ്റ്. അപ്പൊ ഐസഡ് ഈസ് എന്ന് പറയുന്നതാണ് അതിലെ. അതിപ്പോ നമ്മൾ വായിക്കുമ്പോഴാണ് ഐസഡ് എന്ന് വായിക്കുന്നത്. എഷസ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ വരിക. എ ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻ വിച്ച് ഹാസ് ബിക്കം സോ ഓവർയൂസ്ഡ് ദാറ്റ് ഇറ്റ് നോ ലോങ്ങർ കൺവേസ് മച്ച് മീനിങ്? അയ്യോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആ. ക്ലീശയാണ്. എന്തൊരു ക്ലീശ പരിപാടിയാണെന്ന് ചോദിക്കില്ലേ അത്.
The word counsel, critic, verdict ആർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 149 ക്വസ്റ്റിനെ 148 ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു മാർക്കാണ്. ഇതെല്ലാവർക്കും അറിയുന്ന നിർബന്ധമൊന്നുമില്ല അല്ലെ? ഞാൻ പറയാം, ലൈക്ക് അത് അത്രയും നമ്മൾ വായിച്ചൊരു പരിചയമുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരാൾ. സാധാരണ നമുക്ക് ഇപ്പൊ 90 മാർക്ക് കിട്ടാൻ ഈ ചോദ്യം അറിയണം നിർബന്ധമൊന്നുമില്ല. ബാക്കിയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് കണ്ടു, അറിഞ്ഞാൽ നല്ലത്. W.H. wrote ദ സെക്കൻഡ് കമ്മിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ. ഏത് വാറിന് ശേഷമാണ് സെക്കൻഡ് കമ്മിങ് എഴുതിയത്? അതിന്റെ തുടക്കം എന്തായിരുന്നു? ആ ഒരു എന്താ പറയാ, പോയത്തിന്റെ തുടക്കം. അപ്പൊ വേൾഡ് വാർ വണ്ണിന് ശേഷമാണ് ആക്ച്വലി ഇദ്ദേഹം എഴുതുന്നത്. ഓക്കെ. ഡിസർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ്. അത് ഫേമസ് ആണ്. നമ്മൾ ലാമ്പിനെ പഠിക്കുമ്പോൾ ലാമ്പിന്റെ സഹോദരിയുടെ ഒപ്പം ഉള്ള എസ്സേസ് എഴുതിയത് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു സാധനമാണിത്. ഇപ്പൊ ചാൾസ് ലാംബാണ് അത് എഴുതിയിട്ടുള്ളത്. അടുത്തത്, ഹു അമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു മൂവ്മെന്റ് പോയിറ്റ്സ്. മൂവ്മെന്റ് പോയിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി കറങ്ങി നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിൽ ഇല്ലാത്തത് R.S. തോംസൺ ആണ്. അപ്പൊ ഉള്ളവരെ നിങ്ങൾ നോക്കി വെക്കുക. എമിസ് ഉണ്ട്, ഡേവി ഉണ്ട്, ലാർക്കിൻ, ഫിലിപ്പ് ലാർക്കിൻ ഫേമസ് ആയിട്ടുള്ള പോയംസ് എഴുതിയിട്ടുള്ളതാണ്. ദ സെക്കൻഡ് ടേൺ എന്ന് പറയുന്നതിന്റെ ട്രാൻസ്ലേറ്റർ ആരാണ്? ഈ സെക്കൻഡ് ടേൺ എന്ന് പറയുന്നത് ഏതാ? നമ്മളുടെ MT, പ്രിയപ്പെട്ട MT, ഇന്നാള് മരിച്ച നമ്മളുടെ പ്രിയപ്പെട്ട MTയുടെ രണ്ടാം മൂഴം എന്ന് പറയുന്നതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. PK രവീന്ദ്രനാഥ് ആണ്. ദ ലൈൻ, ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ജസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറിൽ വരുന്നത്. ഇത് ഏത് തരത്തിലുള്ളതാണ് എന്ന് ചോദിക്കുന്നത് റെട്ടറിക്കൽ ഐറണിയിലാണ് നമുക്ക് ഏകദേശം അത് ഉൾപ്പെടുത്താൻ പറ്റുക. അപ്പൊ ഈ പാരഗ്രാഫിൽ ഇനി വായിക്കാൻ നിൽക്കുന്നില്ല. അത് ഏത് തരത്തിലുള്ള പാരഗ്രാഫ് ആണെന്നാണ് ചോദിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അസിസ്റ്റീവ് ഡിവൈസസ് ലൈക്ക് കെയിൻസ്, ക്രച്ചസ്, പ്രോസ്തെറ്റിക് ഡിവൈസസ്, ഓർത്തോട്ടിക് ഡിവൈസസ് ആർ കോമൺലി നോൺ ആസ്. എന്താണിത്? ഒരാളെ സഹായിക്കാനുള്ള, ഒരു വയ്യാത്തൊരു കുഞ്ഞിനെ, മക്കളെയൊക്കെ സഹായിക്കാനുള്ളത് ഏത് തരത്തിൽ പെടുന്നു എന്നുള്ളതാണ്. മൊബിലിറ്റി ആണ്, മൊബിലിറ്റി എയ്ഡ്സ് ആണ്. റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ പറയാറുണ്ട്. ഒരു വരിയുടെ ഇടയിൽ കൂടെ വായിക്കുക, ട്രാൻസ്ലേഷൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ B ആണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പൊ പറഞ്ഞതിലുപരിയായിട്ട് എന്തൊക്കെ മീനിങ് നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി നമുക്കിപ്പോ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്ന ഇതിലേക്കൊക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓതർ മരിച്ചു കഴിഞ്ഞോ, പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് വായിക്കുന്നു എന്നുള്ളതാണ്. An approach to language teaching in which the study of authentic text and the use of the language both inside and outside of the class is taking place is. അത് ഭയങ്കര വലിയൊരു ചോദ്യമാണ്. നമുക്ക് ചിലപ്പോൾ തെറ്റാനൊരു സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിലാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ചോദ്യങ്ങളൊന്നും നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. ചോദ്യങ്ങൾ നിർത്തി നിർത്തി വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു അർത്ഥം കണ്ടെത്താൻ കൂടുതൽ എളുപ്പമായെന്ന് തോന്നിയിട്ടുണ്ട്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് ഡിസ്റ്റിംഗ്വിഷിംഗ് വൺ വേർഡ് ഫ്രം വേർഡ് എലമെന്റ് ഫ്രം അനദർ ഈസ് കോൾഡ് ഫോണീം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. So the following is an objective of silent reading. സൈലന്റ് റീഡിങ് എന്തിനാ? ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വായിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുമെന്നുള്ളതാണ്. അല്ലാതെ സൈലന്റ് റീഡിങ്ങിൽ ഒരിക്കലും ആയിട്ടുള്ള പ്രൊനൗൺസോ ഒന്നും വരില്ല. പ്രൊനൗൺസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ട്രെസ്സും റിതമോ ഒന്നും വരില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. A consonant sound produced when air is forced through a narrow space in the mouth, creating a friction and noisy hissing sound is called. Direct ആണ്, ഫ്രിക്കേറ്റീവ്സ് ആണ്. A dancer who handles ballet classes choreographs a dance for a recital. അത് സൈക്കോമോട്ടോർ സ്കില്ലിൽ ഏതിൽ വരുന്നതാണെന്നാണ്, ഒറിജിനേഷനിലാണ് അത് വരിക. ഇനി CWSN അല്ലെ, അതിൽ വരാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഫുൾ ഫോം അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് പെട്ടുപോയേക്കാം. വാട്ടെവർ. അപ്പൊ ഒപ്റ്റിമൽ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നുള്ളതാണ് ഈ വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഒരിക്കലും ഉണ്ടായിരിക്കില്ല എന്ത് ഒപ്റ്റിമൽ ഹെൽത്തോ അല്ലെങ്കിൽ വെൽനസോ ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ളതായിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുക. വയ്യാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെ ആ ഒരു കൺസിഡറേഷൻ എന്നുള്ളതാണ് ആ ചോദ്യം ചോദിക്കുന്നത്. വിച്ച് among the following is not a sub skill of writing? റൈറ്റിംഗിൽ ഏതാ വരാത്തത്? ആർട്ടിക്കുലേറ്റിംഗ്. പറച്ചിലില്ല, ആർട്ടിക്കുലേറ്റിംഗ് വേർഡ്സ് ഒരിക്കലും അതിൽ വരുന്നതല്ല. ഇനി
which is not a technique of teaching methods, meaning of words. വേർഡ്സിന്റെ മീനിങ് പഠിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ടെക്നിക്ക് ഏതാണെന്ന് ചോദിക്കുന്നത് ഗിവിംഗ് ഡിക്റ്റേഷൻസ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ വേർഡ്? അൺടിൽ എന്നുള്ളതാണ്, കാരണം അത് കൺജങ്ഷനിൽ വരുന്നതാണ്. എ ഫങ്ഷണൽ സ്പീച്ച് ഡിസോർഡർ, ഓക്കെ, ദാറ്റ് അഫക്ട്സ് എ പേഴ്സൺസ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് എസ് ആൻഡ് Z അല്ലെങ്കിൽ Z. ഈ FC എന്നൊക്കെ പറയുമ്പോൾ FZ നമ്മൾ പറയാറുള്ളൂ, FC എന്നല്ലേ പറയാറുള്ളൂ ബൈക്ക്. അപ്പൊ അത് ലിസ്പിംഗ് ആണ് വരുന്നത്. ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ആക്സിലറേറ്റഡ് ലേണിംഗ്? ആക്ച്വലി എനിക്കറിയാത്തൊരു ചോദ്യമായിരുന്നു, ഞാൻ ഇത് പഠിച്ചതിന് ശേഷം. ജോർജി ലൊസാനോ എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാനായിട്ടായിരിക്കാം, നിങ്ങൾക്ക് അറിയുമായിരിക്കാം, നല്ല കാര്യം. എ ക്വാളിറ്റി ദാറ്റ് ഡസ് നോട്ട് ഗോ വിത്ത് ദ ഫീച്ചർ ഓഫ് എ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. ഒരിക്കലും ഹാൻഡ് റൈറ്റിംഗിൽ ഒരു നല്ല കാര്യമായിട്ട് പറയാത്തത് ഏതാ? ഫാൻസി ലൂപ്സ് ആൻഡ് കോൾസ്. ഇങ്ങനെ എഴുതി പോയില്ലേ, ചേർത്ത് ചേർത്ത് ഇങ്ങനെ വട്ടൊക്കെ വരച്ച് ഈ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, അത് പറ്റില്ല. The type of listening happens when you listen to a podcast, the news, or an educational lecture in a classroom. കോംപ്രിഹെൻസീവ് ലിസണിംഗ് ആണ്, കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് അവിടെ. ഇനി ഇതിൽ ട്രൂ ഏതാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് A ഓപ്ഷൻ ആണ് അത് ആക്ച്വലി വരിക. റൈറ്റ്. അടുത്തത് ഇതില് TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസിൽ ഒരു ഫീച്ചർ ആയിട്ട് വരുന്നത് ഏതാണ്? ഗുഡ് ഫോർ കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്നുള്ളതാണ്. ഫിസിക്കൽ റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പൊ കൈനസ്തെറ്റിക് ബോഡിലി മൂവ്മെന്റ്സ് ആണ് അതിൽ വരിക. വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസത്തിൽ വരാത്തത് ഏതാണ്? എൻവയോൺമെന്റൽ സ്റ്റിമുലി. നമുക്ക് ബാക്കിയെല്ലാം അതിൽ വരുന്ന ഒരു കാര്യമാണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് അതുമായിട്ട് വരുന്നതൊക്കെ കൺസ്ട്രക്റ്റിവിസത്തിൽ വരുന്നില്ല. അത് അതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കാം, പക്ഷെ ഡയറക്റ്റ് കൺസ്ട്രക്റ്റിവിസത്തിൽ വരുന്നതല്ല. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒന്നും വരില്ല. ക്രാഷൻ എന്ത് പറയുന്നു? That learners acquire the rules of language in a predictable sequence. What is this hypothesis called? Natural order എന്നുള്ളതാണ്. അപ്പോൾ ക്രാഷിന്റെ 2-3 ചോദ്യമായി കാണുന്നു. Who wrote the book Frames of Mind? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിഗ്രിയിൽ പോലും പഠിച്ചിട്ടുള്ളതാണ്. ഹോവാർഡ് ഗാർണർ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന BEd പഠിക്കുന്നതാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതില് ലേണിംഗ് എന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിൽ ഉത്തരമായിട്ട് വരുന്നത് A ആണ്. ഓക്കെ, എന്താണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് ഓൾ ദ ഡയമെൻഷൻസ് ഓഫ് ദ കംപ്ലീറ്റ് പേഴ്സൺ എന്നുള്ളതാണ് പറയുന്നത്. ദ സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ യൂസ് അക്യുറേറ്റ്ലി ആൻഡ് കോൺഫിഡന്റ്ലി ഇൻ ദെയർ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ഈസ് റെഫേർഡ് ടു ആസ്. ഒരു മനുഷ്യന് കൃത്യമായി അറിയുന്നതും ഓർമ്മയുള്ളതും അർത്ഥം മനസ്സിലാവുന്നുള്ള വാക്കുകളെ എപ്പോഴും ഉപയോഗിക്കാൻ ഓക്കെ ആണ് എന്ന് പറയുന്നത് വാക്കുകൾ ഏതാ? ആക്റ്റീവ് വൊക്കാബുലറി ആണ്. ആക്റ്റീവ് ആയിട്ട് എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പറയാം. വിച്ച് ഈസ് നോട്ട് എ ലേണിംഗ് ഒബ്ജക്റ്റീവ് അണ്ടർ അഫക്റ്റീവ് ഡൊമൈൻ ഇൻ ബ്ലൂംസ് ടാക്സോണമി. അഫക്റ്റീവ് ഡൊമൈനിൽ, ബ്ലൂംസ് ടാക്സോണമിയിൽ അഫക്റ്റീവ് ഡൊമൈനിൽ വരാത്തത് ഏതാണ്? അനലൈസിംഗ് ആണ്. ഇത് നമ്മളുടെ ഡയറക്റ്റ് ഉള്ള ചോദ്യമാണ്. ഹു കോയിൻഡ് ദ ടൈം ലേണർ ഓട്ടോണമി? ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പഠിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റൈറ്റ്. ഹെൻറി ഹൊലക് ആണ്. എ മാൻ ലുക്സ് ഫോർ ദ സ്പോർട്സ് സ്കോർസ് ഇൻ എ ന്യൂസ് പേപ്പർ. എന്ത് തരത്തിലുള്ള റീഡിംഗ് ആണ് നടക്കുന്നത്? സ്കിമ്മിങ്, ഒരു എക്സ്ട്രാ റീഡിംഗ് അതിൽ വരുന്നില്ല. ജസ്റ്റ് സ്കോർ നോക്കി ഇന്ത്യ 100 അടിച്ചു എന്ന് പറഞ്ഞു പോകുന്നത് ഏതാ? സ്കാനിങ്, ജസ്റ്റ് അത് സ്കാൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. LPD എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ LPDയുടെ അബ്രിവിയേഷൻ എന്താണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ ആണ്. ഓക്കെ, അത് നേരെ താഴെ ലിംഗ്വിസ്റ്റിക് പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് നമ്മളെ പറ്റിക്കാൻ ഇട്ടിട്ടുണ്ട്. ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇനി ഇതിലെ കറക്റ്റ് പെയർ അല്ലെ ബൈലിംഗൽ മെത്തേഡ് എന്നുള്ളതാണ്. CJ ഡോട്ട്സൺ മാത്രമേ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. അടുത്തത് നോക്കാം. ഇൻ എ ടെസ്റ്റ് ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു റെസ്പോണ്ട് ടു ഹിസ് ഇൻസ്ട്രക്ഷൻ. ഇത് എന്ത് തരത്തിലുള്ള ടെസ്റ്റ് ആണ്? ഇൻ എ ടെസ്റ്റ് ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു റെസ്പോണ്ട് ടു ഹിസ് ഇൻസ്ട്രക്ഷൻ. ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾ അവിടെ ഇരുന്ന് തലയിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാണ്? ടെസ്റ്റ് ഏത് തരത്തിലുള്ളതായിരിക്കും? ലിസണിങ് ആണ് അല്ലെ? ടീച്ചർ പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് ഉറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ അതെ ടീച്ചർ, ഇതാണ് ലിസണിങ്. A linguistic framework that considers how language is used in different social and cultural contexts and how it can be used to express feelings and more. ഫങ്ഷണൽ ഗ്രാമർ ആണ് വരുന്നത്. ഫങ്ഷണൽ ഗ്രാമർ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. സെറ്റിന്റെ ജനറൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതുപോലെ സെറ്റിൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ലിറ്ററേച്ചറിലെ.
അപ്പൊ എല്ലാവർക്കും ആ ഒരു ക്ലാസ്സിൽ കാണാം, എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും അവിടെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സെറ്റിന് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.